ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊന്ന ശേഷം 2 കുട്ടികളെ കുളത്തിലെറിഞ്ഞു. 8 വയസ്സുകാരൻ മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മകൾ മുങ്ങി മരിച്ചു. ഇത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്നതാണ്. കാനഡിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹിംഗോണി എന്ന ഗ്രാമം. ദേവാസ് സ്വദേശിയും ഒരു ഡ്രൈവറും ഒക്കെയായി ജോലി ചെയ്യുന്ന സുനിൽ ചൗഹാൻ എന്നയാളാണ് ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്ത പ്രതി. 32 വയസ്സുള്ള അയാളുടെ ഭാര്യ അനിതാഭായ്, 11 വയസ്സുള്ള മകൾ മാഹി, ഈ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 8 വയസ്സുള്ള മകൻ അജയ് അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ് ഉണ്ടായത്. ഭാര്യയുടെ സ്വഭാവത്തിൽ അയാൾക്ക് സംശയം തോന്നി. അതാണ് കാരണമത്രേ. കഴുത്തു ഞെരിച്ചും കത്തികൊണ്ട് നിരവധി തവണ കുത്തിയുമാണ് ആ സ്ത്രീയെ അയാൾ കൊന്നുകളഞ്ഞത്. ഭാര്യയെ കൊന്ന ശേഷം ഈ സുനിൽ തൻ്റെ 11 വയസ്സുള്ള മകൾ മാഹിയെയും 8 വയസ്സുള്ള മകൻ അജയെയും കൂട്ടി അടുത്തുള്ള കുളത്തിൻ്റെ കരയിലേക്ക് പോയി. എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും വലിച്ചെറിഞ്ഞു. ഈ കുളത്തിൻ്റെ ചുറ്റുമുള്ള ഈ വള്ളിപ്പടർപ്പ് അതിൽ കുടുങ്ങിക്കിടന്നു ആ മകൻ അജയ്. അങ്ങനെയാണ് അവൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്. കൊല്ലാനാണ് അച്ഛൻ എറിഞ്ഞത് എന്ന ബോധ്യമായിരുന്നു അവന്. അതുകൊണ്ട് അവൻ കരയാതെ മിണ്ടാതെ അനങ്ങാതെ കിടന്നു. മരിച്ചു എന്നുള്ള തോന്നലിലാണ് ആ സുനിൽ ചൗഹാൻ എന്ന ആ അച്ഛൻ, ആ പ്രതി തിരികെ പോയത്. അയാൾ പോയ ശേഷം ആ പയ്യൻ നീന്തി കരയ്ക്ക് മുകളിലേക്ക് എത്തി. എന്നിട്ട് അടുത്തുള്ള കാട്ടിൽ രാത്രിയിൽ ഒളിച്ചിരുന്നു. പിന്നീട് സേഫ് ആണെന്ന് തോന്നിയ സമയത്താണ് ഗ്രാമത്തിലെത്തി നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. पुलिस थाना जो कनाड़िया है उसके अंतर्गत ग्राम हिंगोनिया के एक घटनाक्रम देर रात सामने आया, जब एक व्यक्ति जिसका नाम सुनील था उसने अपनी पत्नी को न केवल मतलब गला दबा के मारा, बल्कि जो 2 बच्चे थे जिनमें उसकी एक बेटी 11-12 साल की थी और एक बच्चा था 8 साल का, उनको जो तालाब था उसमें गहरे पानी में उनको धक्का भी दिया. और बाद में मौके पर जो उसकी पत्नी की डेथ हो गई थी और साथ में जो बच्ची है, बच्ची की भी डूबने से मौत हुई. इसमें जो बच्चा था अजय नाम का, वो कैसे भी करके, जो कि वो झाड़ियाँ थी उसमें तालाब में, उसमें वो बच गया और बाद में उसने निकल करके जो स्थानीय लोग और पुलिस को सूचना दी. और उसके बाद पुलिस ने पूरी रात भर ऑपरेशन, इस पूरे अभियान को चलाया गया और ये बॉडी को रिकवर किया गया और इस पूरे मामले में हत्या का मामला भी दर्ज किया गया है. ആ കുഞ്ഞ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർ പോലീസും SDRFും ചേർന്ന് രാത്രിയിൽ തെരച്ചിൽ നടത്തിയത്. ആ വീടിന് പുറത്തുള്ള ഒരു കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അനിതയുടെ മൃതദേഹം. ഏതാണ്ട് പുലർച്ചെ 3 മണിയോടുകൂടി കുളത്തിൽ നിന്ന് ആ പെൺകുട്ടി മാഹിയുടെ മൃതദേഹവും കണ്ടെടുത്തു. സുനിൽ ചൗഹാനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികളുടെ പിതൃത്വത്തെക്കുറിച്ച് അയാൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് വിശദീകരിക്കുന്ന ഏതാണ്ട് 5 പേജുള്ള ഒരു കുറിപ്പ് ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെടുത്തു. മറ്റു ചിലരുമായി ഭാര്യ ഫോണിൽ സംസാരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഈ ദമ്പതികൾക്കിടയിൽ സ്ഥിരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ ചൊല്ലി പതിവായി വഴക്കിടും. അങ്ങനെ ഭാര്യയും മക്കളെയും കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഭാര്യയെ കൊന്ന ശേഷം മക്കളെ കുളത്തിലെറിഞ്ഞ് അയാൾ കുളത്തിൻ്റെ അരികിൽ നിന്നും പോയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.